ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലോ കരിങ്കാളി വീണ്ടും കിട്ടുന്നില്ല. അപ്പം മുകളിൽ കയറി ഞാൻ വിളിച്ചു പോകണം, അത് സ്കിപ്പ് അടിച്ചു. ഡയലോഗ് തെറ്റിയല്ലോ മോനെ എന്ന് പറഞ്ഞു. കാളി മിസ്സായി. അപ്പൊ ഹരൻ സാർ പറഞ്ഞ് കരിങ്കാളിക്കുന്ന് അതൊന്ന് പഠിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ സാർ കുന്നിന് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു പേരിട്ടിരുന്നെങ്കിൽ എനിക്ക് പറയാൻ എളുപ്പമായേനെ. നമ്മള് തുടങ്ങുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് തിരുത്താൻ തുടങ്ങി. ഒരു നല്ല നടന്റെ തുടക്കമാണ് അത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹരിഹരൻ സാറും ഷാജിയാൻ കരുൺ സാറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു സ്മൈല് പാസ്സാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇത് കണ്ടിട്ട് അവര് ഇംപ്രസ് ആയിട്ട് അവര് ചിരിക്കുമെന്നാണ് വിചാരിച്ചത്. പിൻകാലത്ത് ഇത്രയും ക്ഷമയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയും. ക്ഷമയായിരുന്നു. കാര്യം ആൾക്കാർക്ക് ഹരിഹരൻ സാറിനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ. കറക്റ്റാ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അതെന്താ അറിയോ, എനിക്ക് തോന്നുന്നത് സൈജുവിന് ഗുണമായത് സൈജുവിന് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് മിക്കവാറും ഒരു 4 ദിവസം എടുത്തന്നെ അവിടെ. അപ്പൊ അങ്ങനെ അന്നത്തെ ഓഡീഷൻ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഒപ്പിച്ച് ഈ ഡയലോഗ് പറഞ്ഞു അല്ലേ, പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചിട്ട് ട്രിവാൻഡ്രത്തെത്തി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹരിഹരൻ സാറിന്റെ ഒരു ന്യൂസും ഇല്ല. അതായത് ആദ്യം ഒരു പ്രാവശ്യം വിളിച്ചിട്ട് പല്ല് ശരിയാക്കാൻ പറഞ്ഞു. അതിനുശേഷം ഷാജിയൻ കരുൺ സാറിനെ പോയി കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഓഡീഷന് വിളിച്ചു. ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്ന് ഞാനത് ഈ സംഭവം ഞാൻ ചെറുതായിട്ടുണ്ട്, ഇത്ര വിശ്വമായിട്ട് എനിക്കറിയില്ല. പക്ഷേ സൈജുവിന്റെ കണ്ണിലെ ഒരു ആർദ്രതയും പിന്നെ ഒരു സ്വപ്നം കിനിയുന്ന ഒരു സ്വഭാവം ഒക്കെയാണ് അദ്ദേഹത്തെ ആകർഷിച്ചെന്ന് പറയുന്നത്. എന്താ ചെയ്യുക? നമ്മുടെ പുതിയ ഡയറക്ടറല്ലേ, ഭരതനാട്യത്തിന്റെ ഡയറക്ടർ ആരാണ്? കൃഷ്ണദാസ് മുരളി. അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. പുള്ളിക്കാരനും വീട്ടിലായത് ഈ കണ്ണിലാണെന്ന് തോന്നുന്നു. കൃഷ്ണദാസ് ഹായ്. നമ്മുടെ സൈജുവിന്റെ കണ്ണിന്റെ ഒരു മഹത്വം ക്യാമറയിൽ കൂടെ നോക്കിയപ്പോ എന്താ തോന്നിയത്? അല്ല, ഭയങ്കര എക്സ്പ്രസീവ് ആണ് പുള്ളി. ആണല്ലേ? കണ്ണുകൾ. അല്ല, ഈ സ്വപ്നങ്ങൾ ഒളിച്ചിരിക്കുന്ന കണ്ണാണോ? കഥ നറേറ്റ് ചെയ്ത് കഴിഞ്ഞ് തോമസ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷം സ്വപ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കണ്ണാ മനസ്സിലായി. കാരണം പിന്നെ പുള്ളി പറഞ്ഞു പുള്ളിയും പ്രൊഡ്യൂസർ ആവാം. കൃഷ്ണദാസ് മുരളിയുടെ ആദ്യ സിനിമയല്ലേ? അപ്പൊ കൃഷ്ണദാസ് എനിക്ക് വന്നേ ഭരതനാട്യം റിലീസാകുമ്പോൾ നാട്ടുകാർ ഈ സ്വപ്നം കിനിയുന്ന കണ്ണാണോ എന്നുള്ള അന്ന് കണ്ടോളും അല്ലേ? ഓക്കെ, താങ്ക് യു. അമ്മ എന്റെ അമ്മാവനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം. അപ്പം പുള്ളി ഞെട്ടി. അപ്പൊ ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ ആൾ ഇത്ര വലിയ ഒരാളാണോ എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് എന്തായെന്ന് അറിയുന്നില്ല. ഞാൻ ഹരിഹരൻ സാറിനെ വിളിച്ചു. അപ്പം പുള്ളി ഫോൺ എടുത്തില്ല, ലാൻഡ് ലൈൻ ആണല്ലോ. രണ്ടാമത് 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പം ഹരീഷ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ സാർ പൂജയിലാണ്, അപ്പം ഞാൻ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു. പക്ഷെ സാറുമായിട്ടൊരു കോൺടാക്ട് നടക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം എനിക്ക് സാറിനെ കിട്ടി. എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു കിട്ടി. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഓണം വിഷയം വേണ്ടി വിളിച്ചതാണ്. ഇതെവിടെയാണ്, കുറേ ദിവസമായല്ലോ നിങ്ങളുടെ വിളിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു സാർ ഞാൻ 4-5 പ്രാവശ്യം വിളിച്ചു, പക്ഷെ ഒന്നില്ല ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ സാർ പൂജയിലായിരിക്കും, അല്ലെങ്കിൽ സാർ റെക്കോർഡിങ്ങിലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്താണ്? ഞാൻ പറഞ്ഞാൽ സാർ ഈ നമ്മുടെ പടം എന്നാ തുടങ്ങണമെന്ന് സാർ പറഞ്ഞില്ല. എനിക്ക് ലീവ് പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടൂല, അപ്പൊ എനിക്കതിനെ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ പടം ചെയ്യുന്നതിന് നീ എന്തിനാ ലീവ് എടുക്കുന്നത്? ഞാൻ പറഞ്ഞില്ല സാർ ഞാനല്ലേ അഭിനയിക്കുന്നത്. അല്ലല്ലോ. ഞാൻ സാർ പക്ഷെ അന്ന് ഞാൻ കറക്റ്റായിട്ട് ഡയലോഗ് പറഞ്ഞ് നിങ്ങൾ ഇല്ല. അപ്പം ഞാനും ഷാജിയും കൂടെ, അതായത് ഷാജിൻ കരുൺ സാർ, ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു അവൻ സിമ്പിട്ടുകൊണ്ട് നടന്നോട്ടെ, നമുക്ക് ഒറ്റടിക്ക് ഡയലോഗ് പറയുന്ന ആൾക്കാരെയാണല്ലോ വേണ്ടത്. അപ്പൊ ഞാൻ എന്നായി ഡയലോഗ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സാർ ഇത് ഞാനൊരു 3 പ്രാവശ്യമായിട്ട് പറയട്ടെ ഞാൻ ചോദിച്ചായിരുന്നു. അത് ഞാൻ പറയാം. ഇൻസ്റ്റാൾമെന്റ് സ്കീമില്ലേ? അതെ അതെ. അപ്പൊ ഇൻസ്റ്റാൾമെന്റ് സ്കീമിലൊക്കെ പറയാന്നുള്ളൊരു ഐഡിയ ഞാൻ കൊടുത്തായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സാർ പറഞ്ഞത് ഒറ്റടിക്ക് പറയുന്ന ആൾക്കാരെ നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ അത് ഞാൻ പക്ഷെ ലാസ്റ്റ് ഒറ്റടിക്ക് പറഞ്ഞായിരുന്നല്ലോ. അത് പറഞ്ഞായിരുന്നു. പക്ഷേ എന്തായാലും ഓൾ ദ ബെസ്റ്റ്, നിങ്ങളുടെ നന്നായി. അതെ അതെ. അപ്പം അത് കണ്ടിന്യൂ ചെയ്തോളം പറഞ്ഞ് അങ്ങനെ ഫോൺ വയ്ക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ സിനിമയുടെ പുറകെ പോയിട്ടില്ല, എനിക്കൊരു നല്ല ജോലിയുണ്ട്, അപ്പൊ ഞാൻ ഇതുമായിട്ടങ്ങ് പോവാം. പക്ഷേ രാത്രിയാകുമ്പോൾ ഇത് എല്ലാ ദിവസവും ഹോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ലെജൻഡ് ഹരിഹരൻ എന്ന് പറഞ്ഞ ആളുടെ പടത്തിലൊരു ഓഫർ കിട്ടിയിട്ട് എൻ്റെ ബുദ്ധിമോശം കാരണം അത് എൻ്റെ കയ്യിൽ നിന്ന് പോകാന്നുള്ളൊരു സാധനം. പിന്നെ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഈ പടം ചെയ്താൽ പടത്തിൻ്റെ കാര്യം എന്തും ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ സെയിൽസ് കൂടും. ഞാനിപ്പോൾ ഒരിടത്ത് വരുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്നെ ടി വിയിലോ എവിടെയെങ്കിലും കണ്ട് എന്നെ മനസ്സിലായി സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവർ അപ്പോയിൻമെൻറ്റ് തരാണ്ടിരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത്. ഞാൻ വീണ്ടും പുള്ളി 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഭാഗ്യത്തിന് പുള്ളി ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു സാർ ഒരു ചാൻസും കൂടെ തരൂ സാർ, ഞാൻ ഒറ്റടിക്ക് എത്ര വലിയ ഡയലോഗാണെങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ആർ യു കോൺഫിഡൻറ്റ്? ഞാൻ പറഞ്ഞു കോൺഫിഡൻ്റ് ആണ്. എന്നാൽ പിന്നെ ഈ സൺഡേ ചെന്നൈയിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സൺഡേ ഞാൻ ചെന്നൈയിൽ പോയി. അന്ന് പക്ഷേ വലിയ ഡയലോഗും തന്നില്ല, പക്ഷേ തന്നതൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറ്റ് ലാസ്റ്റ് സെലക്ട് ആവുന്നത്.